മനുഷ്യൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പോലെയല്ല ദൈവം ഇടപെടുക. മനുഷ്യൻ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സുഭാഷിതം 16 എന്ന് പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ബർത്തിമേയുസ് വഴിയരിയിലിരുന്ന് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യര് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇപ്പം നിന്റെ അടുത്തൊന്നും വരാൻ പോകണില്ല, അവൻ ദേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നീ ഇവിടെ കിടന്ന് നിനക്ക് അറിയണേ. അവനെ മിണ്ടാതിരുത്താൻ ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശു അവനവിടെ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കേ. ശിഷ്യ സമൂഹം ആഗ്രഹിച്ചതുപോലെയല്ല യേശു പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തെ വിലയിരുത്താനും വിധിക്കാനും പോകരുത്. ദൈവം എങ്ങനെയാണ് ഇടപെടുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞു എന്ന് പറയാതിരിക്കുക. നീ മിണ്ടാതിരിക്കുക, ഇനി പ്രാർത്ഥിച്ചൊരു കാര്യമില്ല, ഇനി ഒന്നും ഒരു രക്ഷയില്ല, അങ്ങനെയല്ല കേട്ടോ ദൈവത്തെക്കുറിച്ച് പറയേണ്ടത്. ദൈവം എങ്ങനെ ഇടപെടുക എന്ന്, ദൈവത്തിന് എവിടെ വേണമെങ്കിലും ഇടപെടാൻ നമ്മൾ മനസ്സിലാക്കുക. ഏത് അടഞ്ഞ വാതിലും ദൈവത്തിന് തുറക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഒരിക്കലും മനുഷ്യൻ വിധിക്കാതിരിക്കട്ടെ, വിലയിരുത്താതിരിക്കട്ടെ. അത് നമ്മുടെ ഉള്ളിലൊന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം കേട്ടോ. നമുക്ക് എല്ലാവരെയും കുറിച്ച് വിലയിരുത്തുന്ന ആൾക്കാരാണ്, എല്ലാവരെയും കുറിച്ച് ഒരു വിധി നിർണ്ണയിക്കുന്ന നമ്മൾ ജഡ്ജാണ്. മനുഷ്യനെക്കുറിച്ച് എല്ലാ മനുഷ്യരും മുമ്പിൽ നമ്മൾ അവൻ എങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ദൈവത്തെയും കുറിച്ച് നമ്മൾ ഇപ്പോൾ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇടപെടാൻ പോകണില്ല എന്ന്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാവ് കൊണ്ട് പറയാതിരിക്കട്ടെ. ദൈവം എങ്ങനെ ഇടപെടുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് ആ ബോധ്യം ഉണ്ടാകട്ടെ. ദൈവം നല്ലത് മാത്രമേ വരുത്തുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.